കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചുവെന്ന് പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. ചൈൽഡ് ലൈൻ സ്കൂളിലെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയും കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. പാലാരിവട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അലി അക്ബർ ഷാ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് വന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ എത്രത്തോളം ലഹരി കടന്നു കയറുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ കേസ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺകുമാർ, വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവവും ഇവർ ഉൾപ്പെടുന്ന ക്രൈമുകളും നമ്മളിങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് കൊച്ചിയിൽ നിന്നും ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് തന്റെ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത ഇന്ന് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഈ ഉപദ്രവിക്കപ്പെട്ട കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ആദ്യഘട്ടത്തിൽ വീട്ടിൽ ഈ വിവരം തുറന്നു പറയാനുള്ള ഭയം കൊണ്ട് ഈ കുട്ടി ഈ വിവരം മറച്ചു വെക്കുകയായിരുന്നു. പിന്നീട് ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരിയോടാണ് ഈ പെൺകുട്ടി ഈ വിവരം തുറന്നു പറയുന്നത്. ഈ പെൺകുട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ പിന്നീട് ചൈൽഡ് ലൈനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. ചൈൽഡ് ലൈൻ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എത്തുകയും കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കുകയും കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. ചൈൽഡ് ലൈനിൽ കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പിന്നീട് പോലീസിലേക്ക് കൈമാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് പിന്നീട് കുട്ടിയുടെ വിശദമായ മൊഴി എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോക്സോ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ സഹോദരനും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമേ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നതും വളരെ നിർണായകമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്, വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം പോലീസ് ചൈൽഡ് ലൈന് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളും കൈക്കൊള്ളുക. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്ന് ഈ കൊച്ചിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഏത് നിലയിലാണ്